TUV Rainland NIFE സ്റ്റുഡൻസ് ഒള്ളിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേമ നായികയും കുറേ ചോട്ട പൂവാലന്മാരും. പ്രേമം എന്ന സിനിമ തിയേറ്ററിൽ നിന്ന് പൂത്തുലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരം എന്ന സിനിമയ്ക്ക് ശേഷം അൽഫോൻസ് പുത്രൻ നിവിൻ ടീമിൻ്റെ മറ്റൊരു മെഗാ ഹിറ്റ്. ആലുവ പുഴയുടെ തീരത്ത് നായകൻ തിരഞ്ഞ മാർഗഴി കാറ്റായ മേരിയും യുവഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. എന്തായാലും മേരിയെ ഇംപ്രസ് ചെയ്യാനുള്ള തത്രപ്പാടിൽ നിവിൻ ഇതിനു മുൻപും സ്റ്റുഡൻസ് ഒള്ളിയുടെ ഒരുപാട് എപ്പിസോഡുകളിൽ വന്നിട്ടുണ്ട്, നമ്മളുമായി വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്, നമുക്ക് ഒരുപാട് അഭിമുഖങ്ങളും തന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ കൂടുതൽ അടുത്തറിയാൻ പോകുന്നത് പ്രേമനായിക മേരിയെയും ഒപ്പം സഹതാരങ്ങളെയുമാണ്. നമുക്ക് ഒരുപാട് സന്തോഷത്തോടെ കൈയോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം പ്രേമം എന്ന ചിത്രത്തിലെ അണിയറ പ്രവർത്തകരെ ഇന്നത്തെ സ്റ്റുഡൻസ് ഒള്ളിയിലേക്ക്. ഇതാ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയങ്കരായിക്കൊണ്ടിരിക്കുന്ന താരങ്ങളെ ഈ വേദിയിലേക്ക്. ആദ്യമായി പ്രേമം എന്ന സിനിമയിലൂടെ നമുക്ക് ലഭിച്ച പുതിയ നായിക മേരി എന്ന കഥാപാത്രം അനശ്വരമാക്കിയ അനുപമ പരമേശ്വരൻ. വെൽക്കം അനുപമ സ്റ്റുഡൻസ് ഒള്ളിയിലേക്ക്. ഇനി ഓരോരുത്തരെയായി അനുപമയുടെ എന്താ പറയാ, അനുപമയെ വായി നോക്കിയ കോഴികളെയാണോ പൂവാലന്മാരെയാണോ ഞാൻ ഓരോരുത്തരെ വിളിച്ചോട്ടെ വേദിയിലേക്ക്. അതിനു മുമ്പ് ആദ്യം സാറിനെ വിളിക്കാം നമുക്ക്. അനുപമയുടെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ലെങ്കിലും വളരെ മനോഹരമായിട്ട് ഒരു സാറിൻ്റെ കഥാപാത്രത്തെ അനശ്വരമാക്കിയ നമുക്ക് പ്രിയങ്കരനായ നടൻ വിനയ് ഫോർ. വെൽക്കം വിനയ് ടു ദ ഷോ. ഇനി ഇതാ പ്രേമം എന്ന ചിത്രത്തിലൂടെയും മറ്റ് 2-3 ചിത്രങ്ങളിലൂടെയും നമുക്ക് ഒരുപാട് പ്രിയങ്കരനായിക്കൊണ്ടിരിക്കുന്ന നായകനാണ്, ഒരു യുവനായകനാണ്. ഞാൻ സ്വാഗതം ചെയ്യുന്നു കൃഷ്ണശങ്കർ എന്ന കിച്ചു എന്ന കോയ. വെൽക്കം. ഇനി ജോജോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിജോ വിൽസൺ. വെൽക്കം സിജോ. അടുത്തതായി പ്രേം എന്ന സിനിമയിലെ തന്നെ മറ്റൊരു രസകരമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഷർഫുദ്ദീൻ. വെൽക്കം ടു സ്റ്റുഡൻസ് ഓൺലി. ഇനി പ്രേമം എന്ന സിനിമയിലൂടെ മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച സംഗീത സംവിധായകൻ രാജേഷ് മുരുകേശൻ. വെൽക്കം രാജേഷ്. എന്തായാലും പ്രേമം എന്ന സിനിമയിലെ അണിയറ പ്രവർത്തകരും താരങ്ങളും ഇത്രയും പേരെയാണ് നമുക്കിന്ന് സ്റ്റുഡൻസ് ഉള്ളിൽ കിട്ടിയിരിക്കുന്നത്. അത് വെച്ച് നമുക്ക് അടിപൊളിയാക്കാം. പ്രേമം എന്ന ഈ മനോഹരമായ സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഭാഗ്യവാന്മാരും ഭാഗ്യവതിയുമാണ്. എല്ലാവരും അഡ്മയർ ചെയ്യണു ആ ഒരൊറ്റ കാര്യത്തിൽ തന്നെ. കാരണം ഇന്നും റിലീസായിട്ട് ഇത്രയും ദിവസമായിട്ടും ഇപ്പോഴും ടിക്കറ്റ് കിട്ടാതെ ബലിയാടുകളായ കുറേ പേര് നമ്മുടെ ഓഡിയൻസിൽ ഇന്നും ഉണ്ട്. ഞാൻ എന്തായാലും ഭാഗ്യവതിയാണ്, എനിക്ക് കാണാനുള്ള ഭാഗ്യം ലഭിച്ചു, ടിക്കറ്റ് കിട്ടി. അത് പറയുമ്പോഴാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു ഫോർവേഡ് മെസ്സേജ് ആയിരുന്നു, പ്രേമത്തിന് കണ്ണും മൂക്കും മാത്രമല്ല ടിക്കറ്റും ഇല്ല എന്ന്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്രയും നല്ലൊരു സിനിമയ്ക്ക്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്റ്റുഡൻസ് ഒളി തുടങ്ങുന്നതിന് മുമ്പ് ചോദ്യ ശരങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് വലിയൊരു കൈയടി നമ്മുടെ പ്രേമം ടീമിന് വേണ്ടി. ഒരുപാട് സന്തോഷം നിങ്ങൾ ഇത്രയും പേരെങ്കിലും ഇവിടെ ഞങ്ങൾക്ക് വർത്താനം പറയാൻ കിട്ടിയതിന്, വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കിട്ടിയതിന്. ആദ്യമായി ഞാൻ അനുപമയിലേക്ക് വരികയാണ്, മേരിയിലേക്ക് വരികയാണ്. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ സിനിമ, ആദ്യത്തെ അഭിനയത്തിൻ്റെ അനുഭവം? എല്ലാവരും പാവങ്ങളാണോ അപ്പുറത്തിരിക്കുന്നവരൊക്കെ? പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, പാവം ലുക്കല്ലോ. അതെ ചുറ്റൊന്ന് നോക്കിയാൽ മതി. ഈ വാനരപ്പട സഹിച്ചതിൽ എനിക്ക് എന്തെങ്കിലും ഒരു അവാർഡ് തരണം, എന്തായാലും കിട്ടുന്ന പ്രതീക്ഷിക്കാം. അപ്പൊ എങ്ങനെയാണ് അനുപമ ഇതിൽ എത്തിപ്പെട്ടത്? ഓഡിഷൻ വഴിയാണ് എത്തിപ്പെട്ടത്. ഇവരുടെയൊക്കെ കുറച്ച് റാഗിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്നെ എടുക്കാനുണ്ടായത്. അപ്പൊ പിന്നെ അതൊരു പുതിയ കാര്യമല്ലാണ്ടായി. റാഗിങ് ആയിരുന്നു ഓഡിഷൻ? അതെ ഉറപ്പായിട്ടും. അതിനെ കുറിച്ച് ബാക്കി ഇവർ തന്നെ പറയും, എന്തൊക്കെ ഇവര് ചെയ്തു എന്നോ എങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ ഇവര് പറഞ്ഞോളും. അങ്ങനെയാണ് എത്തിയത് പ്രേമത്തില്. എന്തായാലും എൻജോയ് ചെയ്തു. ആദ്യത്തെ സിനിമ ഹിസ്റ്ററി ആയി കഴിഞ്ഞു. ആദ്യത്തെ സിനിമ അത് വളരെ ചുരുക്കം പേർക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. ഗോഡ്സ് ഗ്രേസ് അല്ലേ? കൺഗ്രാറ്റ്സ് അതിന്. വിനയുടെ അടുത്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു വിനയുടെ ആ ഒരു ലെക്ചർ കഥാപാത്രം എല്ലാവരും ഒന്ന് കണ്ടവരൊക്കെ ആഗ്രഹിച്ചു പോയി, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയതിനെ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു സാർ എല്ലാവർക്കും വേണമായിരുന്നു ശരിക്കും കോളേജ് ലൈഫിൽ അങ്ങനത്തെ ഒരു സാറിന്. എങ്ങനെയുണ്ടായിരുന്നു വിനയുടെ കോളേജ് ലൈഫിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ നേരിട്ട് പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടോ? അതോ ഇതും ഒരു ഇമാജിനേഷനിൽ ഫുൾ എടുത്തു വന്ന ഒരു ക്യാരക്ടറാണോ? എനിക്കൊന്ന് ഇമാജിനേഷൻ തന്നെയായിരുന്നു. ഇങ്ങനെ
പിന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. അങ്ങനത്തെ ഒരു ടീച്ചർ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഈ കഥാപാത്രത്തെ പറ്റി പറഞ്ഞപ്പോൾ അൽഫോൺസ് പുത്രേ ചിത്രത്തിൻ്റെ ഡയറക്ടർ പറഞ്ഞു തന്നു ഇങ്ങനെയൊക്കെയാണ് മാനറിസംസ്, അല്ലെങ്കിൽ വിനയുടെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു സാർ എങ്ങനെയായിരിക്കും പെരുമാറുക, അതുപോലെയൊക്കെ അങ്ങോട്ട് പെരുമാറിക്കോളൂ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അൽഫോൺസ് ഭയങ്കര ക്ലിയർ ആയിരുന്നു ശരിക്കും. എനിക്ക് തോന്നുന്നു സിനിമയുടെ ഇപ്പോൾ സിനിമ ഭയങ്കര സക്സസ്ഫുൾ ആണ്, അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഹിസ്റ്ററി എന്നൊക്കെ പറയാവുന്ന ഒരു തലത്തിലേക്ക് സിനിമ വന്നു. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു അൾട്ടിമേറ്റ്ലി ഇതൊരു ഡയറക്ടർ സിനിമയാണ്. ഈവൻ ഞാൻ ആദ്യത്തെ ദിവസം വരികയും അല്ലെങ്കിൽ അവിടെ മേക്കപ്പ് ചെയ്യുമ്പോൾ കൂടി അൽഫോൺസ് വന്നിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മീശയുടെ ലെങ്ത് ഇത്ര മതി കേട്ടോ, പിന്നെ മറ്റേ ഈ ഒരു അപ്പിയറൻസ് ആണ്. അല്ലെങ്കിൽ അങ്ങനെ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞാനും സൗബിനും കൂടെ വർക്ക് ചെയ്യുന്ന ഏരിയ മൊത്തം അൽഫോൺസിന് കറക്റ്റ് ഇതുണ്ടായിരുന്നു. എന്നിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം അൽഫോൺസ് എന്നോട് പറയുകയും ചെയ്തിരുന്നു. അതായത് ഒട്ടുമിക്ക കഥാപാത്രങ്ങളിലും അൽഫോൺസിനെ എഴുതിയ സ്ഥിതിക്ക് പുള്ളിയുടെ ഒരു അംശമുണ്ട് ഒട്ടുമിക്ക. ഇപ്പം നിവിനിലാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഓരോ കഥാപാത്രങ്ങളിലും. അപ്പോൾ അൽഫോൺസ് ഭയങ്കര ക്ലിയർ ആയിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മൾ സിനിമ ചെയ്തതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കരിയറിൽ ഞാൻ ഇപ്പം 5 വർഷം കഴിഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്, ഏറ്റവും കൂടുതൽ ആളുകൾ റെസ്പോണ്ട് ചെയ്ത സിനിമ ഇതാണ് ഒബ്വിയസ്ലി. അല്ലെങ്കിൽ അവരൊക്കെ പറയുമ്പോഴും അല്ലെങ്കിൽ ആ പെർഫോമൻസ് നന്നായെന്ന് പറയുമ്പോഴും ഞാൻ എൻ്റെ ക്രെഡിറ്റ് ഡയറക്ടറിന് തന്നെ കൊടുക്കുകയുള്ളൂ. അൽഫോൺസ് ഭയങ്കര ക്ലിയർ ആയിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെല്ലാവരെയും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വർക്ക് ആ ഒരു ഏരിയ ഒരിക്കലും സിനിമ കാണുന്ന ഫീൽ ഉണ്ടായില്ല, നമ്മൾ ഭയങ്കര റിയൽ ആയിരുന്നു എന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഡയറക്ടറിന്റെ ക്ലാരിറ്റിയും ടാലന്റും ആണ്. കോയ ശരിക്കും ജീവിക്കുകയായിരുന്നോ കഥാപാത്രമായിട്ട്? ആൻസർ പറയാൻ രണ്ട് മൈക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പറയാൻ എന്തായിരുന്നു? കോയയായിട്ട് ജീവിക്കുകയായിരുന്നോ അതോ അങ്ങനത്തെ ഒരു മാനറിസംസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടി വന്നോ അതോ നാച്ചുറൽ ആയിട്ട് വന്നോ? ഇല്ല, എന്നെക്കാളും വ്യക്തമായിട്ട് അൽഫോൺസിനെ അറിയാം. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് ആ ക്യാരക്ടർ വന്നത്. ഒരുമിച്ചാണ് പഠിച്ചത്, എന്റെ സീനിയർ ആയിരുന്നു. അപ്പൊ കോളേജിൽ ഇത്രയൊന്നും കാണിച്ചില്ലെങ്കിലും ഇതിനേക്കാളും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നടന്നിരുന്ന ആളാണ് ഞാൻ. അപ്പൊ കോയ എഴുതിയപ്പോ പറഞ്ഞു അല്ല, അല്ലെങ്കിലും കോയക്ക് എന്താ കുഴപ്പം? ഇതുപോലെ കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നിരുന്ന ആളാണെന്ന് കുഴപ്പമൊന്നുമില്ല. പാവല്ലേ കോയ? പിന്നെ കോയയുടെ കാര്യമാണോ ചോദിച്ചത്? അത് പറ, കോയ പാവമായിരുന്നു. ഞാൻ പെട്ടെന്നേ ഞാൻ ഷറഫിന്റെ കേസാന്ന് കരുതി. ഞാൻ പെട്ടെന്ന് അതാ അൽഫോൺസിനെ നമ്മൾ കഥാപാത്രങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കോയ ഒരു പാവമാണ് നിങ്ങൾ പറയണ പോലെ തന്നെ. പിന്നെ അത്രയും പാവമല്ല ഞാൻ. പാവമാവേണ്ടി വന്നു കോയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ അൽഫോൺസിനെ എന്നെ അറിയണോണ്ട് എനിക്ക് സിമ്പിളായിരുന്നു. ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഒരു ഡയലോഗ് ഞാൻ ഇങ്ങനെ പറയുള്ളൂ എന്ന് വ്യക്തമായിട്ട് അവനറിയാം. അപ്പോൾ അവൻ ആ രീതിയിലെ ഡയലോഗ് എഴുതിയേക്കുന്നത് ഫുള്ള്. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാലേ അത് രസമാവുള്ളൂ എന്ന് അറിയാം. അപ്പോൾ ആ രീതിയിലാണ് എഴുതിയേക്കുന്നത്. പിന്നെ കൂടെ അഭിനയിച്ച എല്ലാവരും, ഇപ്പോൾ നിവിൻ, ശബരി ഞാനും 2003 തൊട്ടുള്ള പരിചയമാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു ക്ലാസ്സിലാണ് പഠിച്ചത്, BCom. ഇതിൻ്റെ അസോസിയേറ്റ് ഉണ്ട് മോസിനും ഒരേ ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ശബരിക്ക് അറിയാം ഞാനൊരു വളിപ്പടിക്കുമ്പോൾ അല്ലെങ്കിൽ ശബരി ഒരു കൗണ്ടർ അടിക്കുമ്പോൾ കിച്ചു ഉണ്ടെങ്കിൽ കിച്ചു ഇത് പറയും. ആ ഒരു കെമിസ്ട്രി ഉണ്ട്. അതിലാണ് നിവിൻ ഭയങ്കര മഹാനായ നടനാന്ന് പറയാൻ കാരണം നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ. അത് ഞാനും ശബരി എന്തെങ്കിലും പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ അതിന്റെ മേളിലത്തെ കൗണ്ടർ അടിക്കും, ഇല്ലെങ്കിൽ ചുമ്മാ ഒരു ലുക്കൊക്കെ. നമ്മുടെയൊക്കെ ഭയങ്കര ഭാവം. എന്നിട്ട് നീ എന്താ പറഞ്ഞത്, എന്ത് കാണിക്കണേ ചോദിക്കും. ഓക്കെ, കട്ട് പറയുമ്പോ പിന്നെ മൊത്തത്തിൽ എല്ലാവരും ഭയങ്കര ഷൂട്ടാണെന്നുള്ള ഫീലും തോന്നിയില്ല. നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന അതേ UC കോളേജിൽ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും ആഗ്രഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, പക്ഷെ സാധിച്ചില്ല. നല്ലോണം പഠിക്കണോണ്ട് സാധിച്ചില്ല അത്. അപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര സത്യമായിട്ടും അന്ന് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. പക്ഷേ UC കോളേജിന്റെ ഫ്രണ്ട്, ക്യാൻറ്റീൻ എല്ലാം, അതായത് ഒരു പയ്യൻ 3 കൊല്ലം പഠിക്കുന്ന സംഭവം നമ്മൾ 25 ദിവസം ഒന്നും അവിടെ ഷൂട്ടുണ്ടായത്. 25 ദിവസം കൊണ്ട് പഠിച്ചു, ആഗ്രഹം തീർത്തു. അതെ. അപ്പൊ അതിനൊക്കെ അൽഫോൺസിനോടും അനുവർക്കാടും ഒക്കെ നന്ദി. UC കോളേജിനോട് നന്ദി. കാരണം അവര് ഷൂട്ടിങ്ങിന് കൊടുക്കാത്തതാണ്. ആ ഒരു കോളേജ് പടത്തിൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കിച്ചു അതിനകത്ത് അഭിനയിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അവര് വേഗം സാങ്ഷൻ ചെയ്തതായിരിക്കാം തോന്നുന്നു എനിക്ക്. ഞാൻ ഒരു അഹങ്കാരിയല്ല, എളിമയുള്ള ഒരു മനുഷ്യൻ. അതുകൊണ്ട് ഞാൻ UC കോളേജ് കിട്ടാൻ കാരണം മോസിൻ കാസിമും പിന്നെ മജു എന്ന് പറഞ്ഞ ഈ പടത്തിൽ അഭിനയിച്ച ആളാണ് മജു. ഇവർ രണ്ടുപേരും കൂടിയാണ് UC കോളേജ് റെഡിയാക്കി തന്നത്. അതിന് മജുവിന് പ്രത്യേകം നന്ദി.
അടുത്ത കഥാപാത്രത്തിലേക്ക് പോയിക്കോട്ടെ. പോക്കോളൂ, അങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷിക്കണേ. ഏതാ ഈ അറ്റത്തേക്ക് വരുമ്പോഴാണോ? എന്നാ അറ്റത്തുനിന്ന് തന്നെ ഞാൻ തുടങ്ങിക്കോട്ടെ. എന്താണ് ഞാൻ വിളിക്കേണ്ടത്? ഗിരിരാജൻ കോഴിന്ന് വിളിക്കണോ അതോ ഷറഫുദ്ദീൻ എന്ന് വിളിക്കണോ? എന്താ പെങ്ങളെ? അപ്പൊ ഞാൻ ഗിരിരാജൻ കോഴി തന്നെ വിളിക്കാം. അതിനകത്ത് കുതിരപ്പുറത്ത് വരുന്ന സീനൊക്കെ ഉണ്ട്. ഇതിനു വേണ്ടി പഠിച്ചതാണോ അതോ? ആ, കുതിര കണ്ടിട്ടുണ്ട്. ഇല്ലില്ല, പഠിച്ചതാണ്. ഒരു 4-5 ദിവസം മുമ്പ് എന്നെ കൊണ്ടുപോയി പഠിപ്പിച്ചു. പറഞ്ഞ പോലെ മൂസിനൊക്കെ കൂടിയാണ് കൊണ്ടുപോയത്. ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കൊണ്ടുപോയി പഠിപ്പിച്ചു. അങ്ങനെയാണ് അത് ചെയ്തത്. അതെ, അതിനകത്ത് ആ ഒരു എന്താ അറബി. അതെ. എത്ര അത് പറഞ്ഞു, എത്ര ടേക്ക് എടുത്തു അതിന് വേണ്ടിട്ട്? ഇല്ല, ഒറ്റ ടേക്കാണ്. ഒറ്റ ടേക്കില് ആ അറബി ഡയലോഗ് ഒക്കെ ഒറ്റ ടേക്കിൽ വന്നു. ആ, അറബി ഡയലോഗ് ഒറ്റ ടേക്കിൽ. ഓർമ്മയുണ്ടോ? ഇല്ല, ഓർമ്മയില്ല. അല്ല, വേണമെങ്കിൽ ഓർക്കുന്നവരെ നമുക്ക് ടേക്ക് എടുക്കാം, കുഴപ്പമില്ല. ഇല്ല, ഞാൻ ഓർക്കല്ല. അത് അപ്പൊ പറഞ്ഞതാണ്, അല്ലാതെ ഒരിക്കലും അതൊന്നും പ്ലാൻ ചെയ്ത് വെച്ച് വന്നതല്ല. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു സംഭവം പറയും, ഇതുവരെ കേൾക്കാത്ത എന്തെങ്കിലും സാധനം അറബി പോലെ എന്തെങ്കിലും പറയും എന്നുള്ളു. അങ്ങനെ പറഞ്ഞു, അത്ര. അത് ശരിക്കും അറബിയൊന്നല്ല. അത് കറക്റ്റ് അറബി ഒന്നും അല്ല. ഇപ്പൊ നമ്മൾ ആരോട് ചോദിക്കും കറക്റ്റ് അറബിയാണോ, അല്ലെങ്കിൽ ആരെ എഴുതിയത് ആ ഡയലോഗ്? ശരിക്കും എന്നോട് തന്നെ ചോദിക്കണം. ഷർഫുദ്ദീൻ തന്നെയാണ് അത് എഴുതിയത്? അല്ല, എഴുതലൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞില്ലേ, അവിടെ അൽഫോൺസ് പറഞ്ഞു ഇങ്ങനെ നീ ചെയ്തിട്ട് അവിടെ വരുമ്പോ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സംഭവം അടിക്കണം, ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ അങ്ങ് അറബിയിൽ ഇറക്കാൻ പറഞ്ഞു. അപ്പൊ നീ പ്ലാൻ ചെയ്തോളാൻ പറഞ്ഞു. പ്ലാൻ ചെയ്തു. അപ്പൊ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞു. ആ ഓക്കെ, ഷോട്ട് റെഡി, ആക്ഷൻ വിളിച്ചു. ഞാനവിടെ പറഞ്ഞു. അത് 1-2 പ്രാവശ്യം കൂടി എടുത്തു. പുള്ളി ഓക്കെ ആയിരുന്നു. പിന്നെ അതിന്റെ പൈലറ്റ് വെച്ചിട്ട് റാസൽ ഖൈമ എന്നുള്ള വാക്കായിരുന്നു തെരഞ്ഞെടുത്തത്. അത് ആ സ്ഥലം തെരഞ്ഞെടുക്കാൻ റാസൽ ഖൈമ തെരഞ്ഞെടുക്കാൻ കാരണം വേറൊന്നുമല്ല, അത് ആ ഒരു റാസൽ ഖൈമ എന്നൊക്കെ പറയുന്ന ആ ഒരു സുഖം, അതൊരു പ്രത്യേക സുഖമാണല്ലോ. അതെ, ആ ഒരു പഞ്ച് പിടിക്കാം. ദുബായിക്കാ പഞ്ച് കിട്ടില്ല, ഷാർജക്കും കിട്ടില്ല. അപ്പൊ അങ്ങനെ പിടിച്ചാണ്. അതെ, ഞാൻ ചോദിച്ചോളൂ, അല്ലെങ്കിൽ അവിടെ ഞാൻ കറങ്ങി പോട്ടെ. ജോജോന്നെ വിളിക്കൂ ഞാൻ. ഓക്കെ, അത് അതിൽ കഷ്ടപ്പെട്ട് ഡാൻസ് കളിച്ചതാണോ? ശരിക്കും അങ്ങനെയാണോ ഡാൻസ് കളിക്കുന്നത്? ഭയങ്കര ഡാൻസറൊന്നുമല്ല, അല്ല, അത്യാവശ്യം തട്ടിമുട്ടി പോകും. എന്താ ഈ വലത്തെ കണ്ണ് ഇന്ന് ഭയങ്കരമായിട്ട് ചുമന്നിരിക്കുന്നു? ഇത് സിനിമ ഇല്ലേ, കൂട്ടത്തിൽ ഇച്ചിരി കണ്ണീച്ചോരുള്ളത് എനിക്കാണ്, അതുകൊണ്ടാണ്. കണ്ണീച്ചോരുള്ളത് ജോജോയ്ക്കാണ് കൂടുതലുള്ള കാരണം പുറത്തേക്ക് തന്നെയാണ്. ആണല്ലേ? അപ്പൊ എന്തായാലും ജോജോയ്ക്കും കിച്ചുവിനും ആക്ച്വലി ലഭിച്ച ഭാഗ്യമാണ് അൽഫോൺസിന്റെ 2 സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ജോജോന്റെ എക്സ്പീരിയൻസ്? അയ്യോ, ഷർഫുണ്ട് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇപ്പൊ പറഞ്ഞു കിച്ചോറ് നിങ്ങളൊക്കെ സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് വലിയ ടെൻഷൻ്റെ ഒന്നും കാര്യമൊന്നും ആവശ്യമൊന്നുമില്ല. ഞങ്ങള് ചെറുപ്പത്തിൽ അൽഫോൺസും ഞാനും ഞങ്ങള് പാരീഷിൽ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അവിടെ ആനുവൽ ഡേക്കൊക്കെ ഞങ്ങള് ഡാൻസ് കളിക്കാനും പറഞ്ഞ പോലെ സ്കിറ്റും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ പോലെയൊക്കെ തന്നെയായിരുന്നു ഷൂട്ടും സംഭവങ്ങളും. അതിൻ്റെ ഒരു ഓളവും കാര്യങ്ങളും അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാം ചെയ്തത്. ആ ഒരു ഷൂട്ടിംഗ് സംഭവമായിട്ടൊന്നുമില്ല, എല്ലാവരും അറിയുന്നവരാണല്ലോ. ചീത്ത പറയുന്ന ആരുമില്ല. അൽഫോൺസ് ഇടയ്ക്ക് പറയും തന്നെ ഷോട്ട് കഴിഞ്ഞിട്ടും 2 ദിവസമല്ലേ പറയാറുള്ളൂ. അത് ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്കാ? എല്ലാവർക്കും കിട്ടാറുണ്ട്. അനുഭവിക്ക് കിട്ടിയിട്ടുണ്ടോ? ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് ഇങ്ങനെയാണോ, അയ്യോ ഇങ്ങനെയൊക്കെയാണല്ലോ, അപ്പൊ സംവിധായകൻ ചീത്തയൊക്കെ പറയും എന്നൊക്കെ ഒരു ചിലപ്പോ അതായിരിക്കാം. ഷോട്ടിന്റെ സമയത്തല്ലേ കൂടുതൽ തെറിയേക്കാറ്, വെറുതെ അവിടെ ഇവിടെ ഓരോ ചീത്തയുമല്ല തെറിയേക്കുന്നാട്ടോ പറഞ്ഞത്. അല്ല, നൈസായിട്ട് എന്റെ ലെവലില് ഒരു കുഞ്ഞു കാര്യങ്ങള് അങ്ങനെയാണ് ഉണ്ടാകാറുള്ളൂ. അല്ലാണ്ട് ഷോട്ടിന്റെ സമയത്തൊന്നും ആള് ചീത്ത പറയാറ് അങ്ങനെയൊന്നുമില്ല. ചുമ്മാ ചീത്ത പറയുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ ചെയ്തത് എന്താ പറയാ, അത്രയും ഇൻവോൾവ് ആയിട്ട് അവൻ ഇതില് ചെയ്യുന്ന ആക്ഷന്റെയും കട്ടിന്റെ ഇടയ്ക്കുള്ള അവൻ പറയുന്നത് നിനക്ക് ഇതിനെക്കാട്ടും നന്നായിട്ട് ചെയ്യുന്നു, നീ എന്തുകൊണ്ട് ചെയ്യുന്നില്ല, അങ്ങനെ പറയുള്ളൂ. അതെ, ഹിറ്റ്ലറുടെ ഒരു കഥയൊക്കെ ഉണ്ട്. ഇവന്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത കഥയാണ്. അപ്പൊ തന്നെ നമ്മള് പിന്നെ റെഡി ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഹിറ്റ്ലറും തോക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കഥയാണ്. അപ്പൊ പിന്നെ അഭിനയം അറിയാതെ പുറത്തേക്ക് ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാല് പല ആളുകളും ചോദിക്കും ഈ സിനിമ ലൈക്ക് എങ്ങനെയാണ് ഈ സിനിമ ഇത്ര നല്ല എന്നൊക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ നേരത്തിന് ശേഷം ഈ കൂട്ടത്തിലുള്ള മെജോറിറ്റി ഇപ്പൊ രാജേഷ് അല്ലെങ്കിൽ ശബരി, കിച്ചു, ഈ സീരീസ് ഓഫ് ആളുകൾ മറ്റേ ആ നേരത്തിന് ശേഷം വേറെ ഭയങ്കര വർക്കൊന്നും ചെയ്യാണ്ട് ഫുള്ളി ഇതിൽ ഫോക്കസ്ഡ് ആയിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ ഈ ഷൂട്ട് നടക്കുന്നതിന് മുമ്പായിട്ട് UC കോളേജിൽ പോയിട്ട്
നമ്മൾ റിഹേഴ്സൽ ഒരു മോക്ക് ഷൂട്ട് ചെയ്തിരുന്നു. ആ മൂമെന്റ് പോലെ ഞാൻ ശ്രദ്ധിച്ച, അതായത് നമ്മൾ പെർഫോം ചെയ്യുമ്പോഴും അൽഫോൺസ് ഫുള്ളി ഇൻവോൾവ് ആണ്. നമ്മൾ ഇപ്പം ഞാൻ ആദ്യത്തെ ദിവസം നമ്മൾ ആ റിഹേഴ്സൽസ് ഇപ്പോൾ ക്യാൻറ്റീൻ സീക്വൻസ് ചെയ്യുമ്പോൾ മറ്റേ നമ്മൾ ഈ തമാശ റബ്ബറിൻ്റെ കാര്യമൊക്കെ, ഊട്ടിയിൽ റബ്ബർ ഇടുന്ന കാര്യമൊക്കെ പറയുമ്പോൾ അൽഫോൺസ് ഫുൾ ഓൺ ചിരി. അങ്ങനെ ഒരു ഡയറക്ടർ ഭയങ്കര ഇൻവോൾവ്മെന്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻസ് ആണ് ഈ സജഷൻസും ഈ ഫീഡ്ബാക്സും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ല നല്ല മെമ്മറീസേ ഉള്ളൂ പ്രേമം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിൽ പറയാനുള്ളത് അല്ലേ? സുഹൃത്തിൻ്റെ ചീത്ത കേട്ടതിന്റെ ഒക്കെ ഫലമാണ് ഇപ്പൊ തിയേറ്ററുകളിൽ എല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ നല്ല ആൻസർ. അപ്പൊ നമുക്കിനി മ്യൂസിക് ഡയറക്ടറിലേക്ക് പോകട്ടെ. ഞാൻ രാജേഷ്, മനോഹരമായ ഗാനങ്ങൾക്ക്, ഈണങ്ങൾക്ക് ആദ്യമേ തന്നെ വലിയൊരു കൈയടി. ഇത്രയും പാവം പോലെ ഇരിക്കുന്ന വ്യക്തിയാണോ ശരിക്കും രാജേഷ്? ആണ്. മനസ്സിൽ സംഗീതം മാത്രം കൊണ്ട് നടക്കുന്ന ഒരു സംഗീതജ്ഞനാണോ? അല്ലേ? സംഗീതത്തിലാണ് ഇങ്ങനെ പരിപാടികളൊക്കെ കാണിക്കുന്നത്. അല്ലേ? നിന്റെ ശരിയല്ല, എല്ലാം പാട്ടിലൂടെയാണോ? എന്നാ ഞങ്ങൾക്ക് പാട്ട് മാത്രം പാടി തന്നാലും മതി. കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചോദിക്കാം, ഈ പ്രേമം എന്ന സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും ആദ്യം ട്യൂൺ ചെയ്ത പാട്ട് ഏതാ? ആലുവപ്പുഴയുടെ. അപ്പൊ ഞാനൊരു റിക്വസ്റ്റ് അങ്ങോട്ട് പറഞ്ഞോട്ടെ. രാജേഷിന് പാടാൻ ഞാൻ അവസരം തരും, പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലൊരു കുട്ടിക്ക് ആ പാട്ട് പാടണം എന്ന് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട് ആ പാട്ട് പാടാൻ വേണ്ടി. ചിലപ്പോ ഒരു പുതിയ ഗായികയെ കിട്ടിയാലോ? പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഓ സോറി, എന്റെ തെറ്റിപ്പോയി. എന്നാൽ ഞാൻ ആദ്യം ഏത് പാട്ട് കേൾക്കണ്ട? ആലുവപ്പുഴ പാടണോ മലരെ പാട്ട് കേൾക്കണോ? ഏതായാലും മതിയോ? ആലുവപ്പുഴയാണ്. നമ്മൾ പ്രേമം സിനിമയുടെ ട്രെയിലറൊന്നും ഉണ്ടായിരുന്നില്ല പ്രേമത്തിന്. ഞങ്ങൾക്ക് ആകെ യൂട്യൂബിൽ കാണാൻ കിട്ടിയത് ഈ ഒരു പാട്ടാണ് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ നമുക്ക് ആലുവപ്പുഴ വെച്ച് തന്നെ തുടങ്ങാം. ഞാൻ അവിടെ വരികയാണ്. അവിടെയാണ് നമ്മുടെ ഗായകൻ. ഞാൻ ഗോകുൽ. ഇപ്പോൾ 12th കഴിഞ്ഞു. സിനിമയ കണ്ണമാലിന്ന് 12th കഴിഞ്ഞു. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. പറയാതെ പള്ളിയിൽ വെച്ചൻ കരയിൽ കേറി ഒളിച്ചവളെ, പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ. പ്രേമം ചിത്രത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അടുത്ത എപ്പിസോഡിലൂടെ TUV റെയിൻലാൻഡ് NIFE സ്റ്റുഡൻസ് ഒള്ളിയിലൂടെ തന്നെ.